ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനി ഓർമ്മ. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സാന്താ മരിയ മജോറ ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം ഒരുക്കിയത്. കർദിനാൾ ജോവാനി ബാറ്റിസ്റ്റയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ലോകമെങ്ങുമുള്ള സാധുജനങ്ങളുടെ ശബ്ദമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ മണ്ണിലേക്ക് മടങ്ങി. പുരോഹിത ശ്രേഷ്ഠന് വിടചൊല്ലാൻ ജനസാഗരമാണ് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഒഴുകിയെത്തിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ 130 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. കർദിനാൾ ജോവാനി ബാറ്റിസ്റ്റയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രാർത്ഥനാ ചടങ്ങ്. വചന സന്ദേശത്തിൽ മാർപ്പാപ്പയെ അനുസ്മരിച്ച് കർദിനാൾ ബാറ്റിസ്റ്റ ലോക സമാധാനത്തിന് ആഹ്വാനം ചെയ്തു. സിറോമലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ, കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്, മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ സഹകാർമ്മികരായി. പ്രത്യേക താളത്തിൽ പള്ളിമണികൾ മുഴങ്ങി. ശേഷം പ്രിയപ്പെട്ട സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയോട് വിടചൊല്ലി വിലാപയാത്രയായി 4 കിലോമീറ്റർ അകലെയുള്ള സെയിന്റ് മേരി മേജർ ബസിലിക്കയിലേക്ക്. കൊളോസിയം വഴി പോപ്പ് മൊബൈൽ വാഹനത്തിൽ അന്ത്യയാത്ര. ലോക നേതാക്കൾ അനുഗമിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പയെ അവസാനമായി കാണാൻ വത്തിക്കാന്റെ തെരുവീഥികളിൽ ജനപ്രവാഹം. പ്രാർത്ഥനയോടെ വെള്ളപ്പൂക്കളുമായി വിശ്വാസി സമൂഹം കാത്തുനിന്നു. വികാരനിർഭരമായി റോമാ നഗരം പാപ്പയ്ക്ക് വിട ചൊല്ലി. ഏറെ പ്രിയപ്പെട്ട സാന്താ മരിയ മജോറയിലേക്ക് 50 പേർ മാത്രം പങ്കെടുത്ത അന്ത്യവിശ്രമ ചടങ്ങ്. കർദിനാൾ കെവിൻ ഫാരലിന്റെ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ. 3 പെട്ടികളിൽ മാർപ്പാപ്പമാരെ സംസ്കരിക്കുന്ന പതിവ് രീതിയിൽ നിന്ന് വിഭിന്നമായി ലളിതമായ മടക്കം. മരപ്പെട്ടിയിൽ അന്ത്യനിദ്ര. പാവങ്ങളുടെ പാപ്പ നിത്യതയിലേക്ക്. 24 വത്തിക്കാൻ.